السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ 12 അതിൻ്റെ രാവിലാണ്, അതിൻ്റെ പകലിലാണ് നാം ഉള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടുന്ന് നമുക്ക് പകർന്നു നൽകിയ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും അതുവഴി അവിടുത്തെ ദീനീ ഖിദ്മത്തിലായി ജീവിക്കാനും കാരുണ്യവാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തന്ന ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്തവൻ ആരോ അവർക്കാണ് വിജയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന സമ്മാനം ആര് നിരാകരിക്കുന്നുവോ അവനായിരിക്കും പരാജയം. അവിടുത്തെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതൊരിക്കലും മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്തെങ്ങാനും ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നാം ഒരു വേള മനസ്സിരുത്തി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊക്കെ ഭൂജാതനാകുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു, പരിചയപ്പെടുത്തി തന്നു. വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അള്ളാഹുവിൽ നിന്നും എത്തിച്ചു തന്നു. ദീനിയായ വിധിവിലക്കുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നു. അതെല്ലാം അംഗീകരിച്ചനുസരിച്ച് ഏതൊരുത്തൻ ജീവിക്കുന്നുവോ അവനാണല്ലോ വിജയം, അല്ലാത്തവന് പരാജയം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ സമ്മാനം അത് നാം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയും അവിടുത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ മദ്ഹുകൾ ധാരാളം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു നേതാവിൻ്റെ അനുയായികൾക്ക് നിർബന്ധ കാര്യബാധ്യതയാണെന്ന് പറയേണ്ടതില്ലല്ലോ. മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാത്തുൻ, നിശ്ചയമായും ഞാൻ അള്ളാഹുവിൽ നിന്നും സമ്മാനമായി നൽകപ്പെട്ട കാരുണ്യമാകുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അവിടുന്ന് മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, മലക്കുകൾക്ക് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും കാരുണ്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യവാനായി കൊണ്ട് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ റഹ്മത്താകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ നരകത്തു നിന്നും രക്ഷപ്പെടുത്തിയ നേതാവാണ്. ഇനി നാളെ ആഖിറത്തിലെത്തുമ്പോഴും നരകത്തിൽ കടക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട്, അവിടുത്തെ ശഫാഅത്തുൽ ഉളുമ കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള അതിയായ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഹബീബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് സലാമുകൾ ചെല്ലാനും അവിടുത്തെ മദ്ഹുകൾ പാടാനും പറയാനും പ്രചരിപ്പിക്കാനും അതിൽ കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും സാധ്യമായവർക്കാണ് അവിടുത്തെ ശഫാഅത്ത്, അവിടുത്തെ റിള, അവിടുത്തെ പൊരുത്തം ലഭിക്കുക എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അവിടുന്ന് പകർന്ന ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കാനും അവസാനം ആഖിബത്ത് നന്നായി മുത്ത് ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.